ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യഥാഭവ എന്നൊരു മൂവിയാണ്. നമ്മുടെ രാജ്യം ഡിജിറ്റലായി എത്രയൊക്കെ പുരോഗമിച്ചാലും ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഇവിടെയും അത്തരമൊരു ഭയാനകമായ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ലോ കോളേജ്, ആ കോളേജിൽ ഒരു ഫെയർവെൽ പാർട്ടി നടക്കുന്നു. അതിൽ ഒരു പെൺകുട്ടി പങ്കെടുക്കുന്നു. എന്നാൽ ആ കോളേജിനുള്ളിൽ വെച്ച് തന്നെ ആ പെൺകുട്ടി ആരോ ക്രൂരമായി പീഡിപ്പിക്കുന്നു. അതെ, കോളേജ് ക്യാമ്പസിനുള്ളിൽ തന്നെ ഇങ്ങനൊരു സംഭവം നടക്കുന്നു. ഈ സംഭവം നടക്കുന്നത് കർണാടകയിലാണ്. ഈ സംഭവം അറിഞ്ഞ് കർണാടക മുഴുവൻ ഞെട്ടിത്തരിക്കുന്നു. ആ പെൺകുട്ടിയെ ഈ അവസ്ഥയിലാക്കിയത് ആരാണ്? അതേസമയം കോളേജ് വളപ്പിൽ നിന്ന് ആ പെൺകുട്ടിയെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് അതേ കോളേജിൽ പഠിക്കുന്ന ശിവ എന്നൊരു വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അവനും അതേ ലോ കോളേജിൽ പഠിക്കുന്ന നിയമ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ആ കേസ് അവൻ തന്നെ ഏറ്റെടുത്ത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഒരു വലിയ തെറ്റ് മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് തൻ്റെ മേൽ ഒരു കള്ളക്കേസ് ചുമത്തിയതെന്നും വാദിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഈ കേസിന് പിന്നിൽ ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളും ഉണ്ട്. അതെല്ലാമാണ് ഈ കഥയിൽ നമ്മൾ കാണാൻ പോകുന്നത്. സിനിമയുടെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ കഥയിലേക്ക് കടക്കാം. കർണാടകത്തിലെ ഒരു പ്രദേശം കാണിക്കുന്നു. അതിരാവിലെ ഒരു കുടുംബം TV വെക്കുന്നു. ഒരു ലോ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച വാർത്തയാണ് രാവിലെ തന്നെ വരുന്നത്. ഇതൊരു ഹൈക്കോടതി ജഡ്ജിയും കാണുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ന്യൂസ് ചാനലുകാർ ആഭ്യന്തരമന്ത്രിയോട് കുറ്റവാളികളെ പിടികൂടുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പോലീസ് തിരച്ചിൽ നടത്തുകയാണെന്നും 24 മണിക്കൂറിനുള്ളിൽ എല്ലാവരെയും പിടികൂടുമെന്നും മന്ത്രി പറയുന്നു. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോയായ ശിവയെ കാണിക്കുന്നു. ശിവ അതേ കോളേജിലാണ് പഠിക്കുന്നത്. ശിവ കുറച്ച് ഭക്തിയുള്ള ആളാണ്. എപ്പോഴും ശിവനെ പ്രാർത്ഥിക്കും. ആ കോളേജിനടുത്ത് ഒരു ചെറിയ കാട് പോലെയുണ്ട്. ആ കാടിനുള്ളിൽ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ശിവക്ഷേത്രം. അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് അവൻ കോളേജിലേക്ക് പോകുന്നത്. അതേസമയം ഒരു ജേർണലിസ്റ്റിന്റെ പെൺകുട്ടിയെ കാണിക്കുന്നു. അവരുടെ പേര് മീര. TVക്ക് TRP കൂട്ടണമെന്ന് മേലധികാരികൾ പറയുന്നു. നല്ലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. TRP കൂട്ടുന്ന എന്ത് സംഭവമാണ് ഇവിടെ നടക്കുന്നതെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ കോളേജിൽ നടന്ന ഈ കേസിനെ കുറിച്ച് അറിയുന്നത്. ആ കോളേജിനുള്ളിൽ ഏത് പെൺകുട്ടിക്കാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് കാണിക്കുന്നു. അതായത് സംഭവം നടക്കുന്നതിന് ഒരു ദിവസം മുമ്പ്. ആ പെൺകുട്ടിയുടെ പേര് സുമതി. അവൾ അവളുടെ ഡ്രൈവറോടൊപ്പം കോളേജിലേക്ക് വരുന്നു. ഡ്രൈവർക്ക് 200 രൂപ കൊടുത്തിട്ട് രാത്രി ഭക്ഷണം കഴിച്ചോളാൻ പറയുന്നു. കോളേജിൽ ഒരു ഫെയർവെൽ പാർട്ടി ഉണ്ടെന്നും അത് കഴിഞ്ഞ് വരാൻ വൈകുമെന്നും തന്നെ ഇവിടെ വിട്ടിട്ട് പോയിക്കോളാനും പറയുന്നു. അവർ പാർട്ടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ കോളേജിലെ ഒരുപാട് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും പാർട്ടിയിലുണ്ട്. പാർട്ടി കഴിഞ്ഞ് പുറത്ത് കാറിനടുത്ത് വന്ന് സുമതി അല്പം മദ്യപിക്കുകയും ചെയ്യുന്നു. അന്ന് രാത്രിയാണ് സുമതിയെ ആരോ പീഡിപ്പിക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ സുമതി വളരെ മോശം അവസ്ഥയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ കേസ് കൈകാര്യം ചെയ്യാൻ ഒരു ഇൻസ്പെക്ടർ വരുന്നു. ഈ ഇൻസ്പെക്ടർ പുതുതായി ജോലിക്ക് ചേർന്നതാണ്. ജോലിക്ക് കയറിയ ഉടനെ ഇത്രയും സമ്മർദ്ദമുള്ള ഒരു കേസാണല്ലോ എന്ന് അദ്ദേഹം ഓർക്കുന്നുണ്ട്. ഡോക്ടറുടെ അടുത്ത് പോയി എല്ലാ റിപ്പോർട്ടുകളും വാങ്ങി വരാൻ പറയുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതാണെന്ന് സ്ഥിരീകരിച്ച് ഡോക്ടർ റിപ്പോർട്ട് നൽകുന്നു. ഇപ്പോൾ ഈ ഇൻസ്പെക്ടർ ആഭ്യന്തരമന്ത്രിയെ വിളിച്ച് ഇങ്ങനൊരു സംഭവം നടന്ന കാര്യം പറയുന്നു. ആഭ്യന്തരമന്ത്രി അത് കേട്ട് ഞെട്ടുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ സുമതിയുടെ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ്സിനെ ആശുപത്രിയിലേക്ക് വിളിപ്പിക്കുന്നു. ഈ പെൺകുട്ടി ആരാണ്, എന്താണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ പോലീസിന് വലിയൊരു ഷോക്ക് കിട്ടുന്നു. അതെന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് അതേ ആശുപത്രിക്ക് മുന്നിൽ നമ്മൾ ആദ്യം കണ്ട ജേർണലിസ്റ്റ് പെൺകുട്ടി മീര ആശുപത്രിയുടെ പിൻവശത്ത് വരുന്നു. അപ്പോൾ ജനലിലൂടെ നോക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി ആശുപത്രിയിലേക്ക് ഓടി പിടിച്ചു വരുന്നത് അവൾ കാണുന്നു. അവിടെയാണ് ട്വിസ്റ്റ്. ഈ സുമതി മറ്റാരുമല്ല, ഈ ആഭ്യന്തരമന്ത്രിയുടെ മകളാണ്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി നമ്മുടെ നാട്ടിൽ എത്രയോ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന കേസുകൾ വരുന്നു. അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. അവസാനം എൻ്റെ മോൾക്ക് തന്നെ ഇങ്ങനെ സംഭവിച്ചല്ലോ ദൈവമേ, നീ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് അലറി കരയുന്നു. ഇത് പുറത്തു നിന്ന് കാണുന്ന ജേർണലിസ്റ്റ് പെൺകുട്ടി വീഡിയോ എടുക്കുന്നു. ഇപ്പോൾ ആ വീഡിയോ തൻ്റെ TV ചാനലിന് അയച്ച് ഈ സുമതി ആഭ്യന്തരമന്ത്രിയുടെ മകളാണെന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്യാൻ പറയുന്നു. അത്രമാത്രം. ഈ വിഷയം കാട്ടുതീ പോലെ പടരുന്നു. നാട്ടിൽ ആഭ്യന്തരമന്ത്രിയുടെ മകൾക്ക് പോലും രക്ഷയില്ലേ? ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ എല്ലാവരും ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ആ പോലീസ് ഇൻസ്പെക്ടർ പ്രസ് മീറ്റിന് വരുന്നുണ്ട്. മാധ്യമങ്ങൾ കടുത്ത ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ ഇൻസ്പെക്ടർ സുമതിയെ പാർക്കിങ്ങിൽ നിന്നാണ് കണ്ടെടുത്തതെന്നും കണ്ടെത്തുമ്പോൾ അവർക്ക് ബോധമില്ലായിരുന്നുവെന്നും പറയുന്നു. ഇതിന് കാരണമായവരെ പിടികൂടിയോ എന്ന് ചോദിക്കുമ്പോൾ പോലീസ് ഇൻസ്പെക്ടർ പിടികൂടി എന്ന് പറയുന്നു. ആരാണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ശിവ എന്നൊരു പയ്യനാണിത് ചെയ്തത്. സുമതിയെ ഞങ്ങൾ രക്ഷിക്കുമ്പോൾ ശിവ ഷർട്ടില്ലാതെ സുമതിയുടെ അടുത്തുണ്ടായിരുന്നു. അവന്റെ DNA സാമ്പിൾ എല്ലാം വെച്ച് മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവനാണ് ഈ സംഭവം ചെയ്തതെന്ന് ഉറപ്പായി. അതായത് സുമതി ഈ ശിവയാൽ പീഡിപ്പിക്കപ്പെട്ടാണ് ഇപ്പോൾ ജീവന് വേണ്ടി പോരാടുന്നത് എന്നും ഇൻസ്പെക്ടർ പറയുന്നു. ഇപ്പോൾ ഈ ശിവയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നു. ഇവിടെ ആഭ്യന്തരമന്ത്രി ആശുപത്രിയിൽ കിടന്ന് അലറി കരയുകയാണ്. അപ്പോഴാണ് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. സുമതിക്ക് ജീവനുള്ള സമയത്ത് അവർക്ക് അച്ഛനായ ഈ ആഭ്യന്തരമന്ത്രിയെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവർ മുഖം
മുഖം കൊടുത്തു പോലും മന്ത്രിയോട് സംസാരിക്കാറില്ല. അതുകൊണ്ട് മന്ത്രിക്കും മകളെ ഇഷ്ടമല്ലാത്തതുപോലെയാണ് കാണിക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹീറോയെ, അതായത് ശിവയെ കാണിക്കുന്നു. ഇൻസ്പെക്ടർ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ശിവയെ പൊതിരെ തല്ലുന്നു. എന്തിനാണ് പെണ്ണിനെ ഇങ്ങനെ ചെയ്തത്? നിന്റെ കോളേജിൽ പഠിക്കുന്ന പെണ്ണല്ലേ, അവളെ ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു, അതും കോളേജ് ക്യാമ്പസിനുള്ളിൽ വെച്ച് എന്നൊക്കെ പറഞ്ഞ് തല്ലി ചോദ്യം ചെയ്യുന്നു. എന്നാൽ ഒന്നിനും നമ്മുടെ ഹീറോ ഒരു മറുപടി പോലും പറയുന്നില്ല. അതേസമയം ആ ജേർണലിസ്റ്റ് പെൺകുട്ടി മീര തന്റെ ക്യാമറാമാനുമോടൊപ്പം സുമതി കേസിൽ അറസ്റ്റിലായ ശിവയെ കാണാൻ വരുന്നു. എന്നാൽ അവരെ സ്റ്റേഷനകത്തേക്ക് പോലും പോലീസ് കടത്തിവിടുന്നില്ല. അതേസമയം സുമതിയുടെ അമ്മയെ കാണിക്കുന്നു. അവരും സുമതിയുടെ അച്ഛനായ ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത് വന്ന് കരയുകയാണ്. അദ്ദേഹം നമ്മുടെ മോൾക്ക് ഒന്നും സംഭവിക്കില്ല, ഡോക്ടർ എങ്ങനെയെങ്കിലും രക്ഷിക്കും, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നു. ഇതേ സമയം ആ ജേർണലിസ്റ്റ് പെൺകുട്ടി സ്റ്റേഷന് ചുറ്റും കറങ്ങുന്നു. അപ്പോൾ സ്റ്റേഷന്റെ ഒരു ജനൽ വഴി അകത്ത് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശിവയെ വീഡിയോ എടുക്കുന്നു. ഇവനാണ് യഥാർത്ഥ കുറ്റവാളി, സുമതി കേസിൽ അറസ്റ്റിലായവൻ എന്ന രീതിയിൽ ശിവയുടെ ഫോട്ടോ എല്ലാം ടിവിയിൽ പബ്ലിഷ് ചെയ്യുന്നു. ഇതോടെ ഈ ജേർണലിസ്റ്റ് പെൺകുട്ടിക്ക് അവരുടെ ചാനലിൽ നിന്ന് പേരും പ്രശസ്തിയും ലഭിക്കുന്നു. അതേസമയം ജേർണലിസ്റ്റിന്റെ വീട്ടിൽ ഒരു വീട്ടുജോലിക്കാരിയുണ്ട്. അവർ ഈ ജേർണലിസ്റ്റിനോട് വന്ന് പറയുന്നു, ഇപ്പോൾ ആ സുമതി കേസിൽ അറസ്റ്റിലായ ശിവയെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ നിന്ന് മുകളിലേക്ക് വന്നവനാണ്. അവനൊന്നും പഠിക്കാൻ പാടില്ലെന്ന് പലരും പറഞ്ഞു. എന്നാൽ പോരാടി ജയിച്ചവനാണ്. അവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. പോലീസ് എന്തോ തെറ്റിദ്ധരിച്ച് അറസ്റ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ജേർണലിസ്റ്റ് പെൺകുട്ടിക്ക് ഒരു ചെറിയ സംശയം ഉണ്ടാക്കുന്നു. ഇപ്പോൾ ശിവ അറസ്റ്റിലായിട്ട് 28 ദിവസമാവുന്നു. ഇതുവരെ ഒരു വാക്ക് പോലും അവൻ കസ്റ്റഡിയിൽ വാ തുറന്നിട്ടില്ല. അതേ സമയത്താണ് ശിവയുടെ അമ്മ ഈ ജേർണലിസ്റ്റ് പെൺകുട്ടിയെ വന്ന് കാണുന്നത്. അവരും അവിടെ കിടന്ന് കരയാണ്. എൻ്റെ മോൻ പാവമാണ് മോളെ, എങ്ങനെയെങ്കിലും എൻ്റെ മോനെ രക്ഷിക്കണം. ഈ നാട്ടിലെ പോലീസും രാഷ്ട്രീയക്കാരും എല്ലാം അവനെതിരാണ്, അവനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ മതിയായ തെളിവില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും കേസ് കോടതിയിൽ വരട്ടെ, അപ്പോൾ നോക്കാമെന്നും ജേർണലിസ്റ്റ് പറയുന്നു. ഇപ്പോൾ കേസ് കോടതിയിൽ വരുന്നു. ഓപ്പണിംഗ് സീനിൽ കാണിച്ച ജഡ്ജി ഭഗീരഥ തന്നെയാണ് ഈ കേസും വാദം കേൾക്കുന്നത്. ഹിരിമഠ് എന്നൊരു വക്കീൽ ശിവയാണ് കുറ്റവാളി എന്ന് വാദിക്കാൻ ഹാജരാവുന്നു. നമ്മുടെ ശിവയെ ഷർട്ട് പോലും ഇടിക്കാതെ പോലീസ് കോടതിയിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. അതും ഈ ജേർണലിസ്റ്റ് പെൺകുട്ടി ശിവയുടെ അമ്മയോടൊപ്പം ഇരുന്ന് കാണുന്നു. ജഡ്ജി കുറ്റവാളിയാണെങ്കിൽ പോലും ഷർട്ട് ഇടാതെ നിർത്തരുത് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ടീഷർട്ട് കൊണ്ടുവന്ന് കൊടുക്കാൻ പറയുന്നു. ആ ജേർണലിസ്റ്റ് പെൺകുട്ടി ഒരു ടീഷർട്ട് കൊടുക്കുന്നു. അത് ധരിച്ചുകൊണ്ട് ശിവ കൂട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എതിർഭാഗം വക്കീൽ എഴുന്നേറ്റ്, ഇങ്ങനെയുള്ള ക്രൂരന്മാരെ ഇനിയും പുറത്തുവിടരുത്, കഠിനമായ ശിക്ഷ നൽകി ഇവന്റെ ജീവിതം അവസാനിപ്പിക്കണം എന്ന് വാദിക്കുന്നു. ജഡ്ജി ശിവയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഭാഗം വാദിക്കാൻ വക്കീൽ ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ശിവ പറയുന്നുണ്ട്, എൻ്റെ ഭാഗം ഞാൻ തന്നെ വാദിച്ചോളാം. ഇതാണ് ശിവ സംസാരിക്കുന്ന ആദ്യത്തെ വാക്ക്. പോലീസിനോട് പോലും ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. കാരണം അവനും ഒരു വക്കീലാണല്ലോ. കോടതിയിൽ വന്ന് എല്ലാം നോക്കാമെന്ന് കരുതിയിട്ടുണ്ടാവും. ശിവ: ജഡ്ജി അവർകൾ, ഇരയായ സുമതി എന്ന പെൺകുട്ടി ഇതുവരെ മരിച്ചിട്ടില്ല. അവർ അബോധാവസ്ഥയിലാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ സംഭവം നടന്നിട്ട് 1.5 മാസം കഴിഞ്ഞു. ഇതുവരെ പോലീസ് സുമതിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മൊഴി വാങ്ങിയിട്ടുണ്ടോ? സുമതി സ്വന്തം വായ കൊണ്ട് ഞാനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതറിയാതെ എന്നെ എങ്ങനെ കുറ്റവാളിയാക്കാൻ സാധിക്കും? ഇപ്പോൾ ആ ഇൻസ്പെക്ടർ ഹാജരായി. സുമതി അബോധാവസ്ഥയിലായതുകൊണ്ട് മൊഴിയെടുക്കാൻ സാധിച്ചില്ല, അത് സാധ്യമല്ല എന്ന് പറയുന്നു. പോലീസിന്റെ കയ്യിലുള്ള എന്ത് വിവരം വെച്ചാണ് ഇവനാണ് കുറ്റവാളി എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പോലീസ് അന്ന് നടന്ന സംഭവം പറയുന്നു. നാഷണൽ ലോ കോളേജിൽ നിന്ന് അന്ന് വൈകുന്നേരം ഞങ്ങൾക്കൊരു കോൾ വന്നു. ഫെയർവെല്ലിന് വേണ്ടി പഴയ വിദ്യാർത്ഥികളും ഫൈനൽ ഇയർ വിദ്യാർത്ഥികളും ഒരു പാർട്ടി വെക്കുന്നുണ്ടെന്നും കോളേജിന് സുരക്ഷ വേണമെന്നും പറഞ്ഞ് 2 പോലീസുകാരെ ആവശ്യപ്പെട്ടു. അങ്ങനെ പോലീസുകാർ അവിടെ സുരക്ഷയ്ക്ക് പോയപ്പോഴാണ് സുമതിയെ കാണാതാകുന്നത്. അവിടെ തെരച്ചിൽ നടത്തിയപ്പോൾ സുമതിയെ കോളേജ് വളപ്പിലെ ഒരു ഭാഗത്ത് കണ്ടെത്തുകയായിരുന്നു. അവിടെ സുമതിയുടെ അടുത്ത് ഷർട്ടില്ലാതെ നമ്മുടെ ഹീറോ ശിവ ഉണ്ടായിരുന്നു. അതിനുശേഷം ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോഴാണ് ഈ ശിവയാണ് സുമതിയെ പീഡിപ്പിച്ചതെന്ന് സ്ഥിരീകരിച്ചത്. DNA സാമ്പിളാണ് അതിന് സാക്ഷി എന്ന് പറഞ്ഞ് ചില റിപ്പോർട്ടുകൾ നൽകുന്നു. മറുവശത്ത് ഈ ജേർണലിസ്റ്റ് അറസ്റ്റിലായ ശിവയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നു. അവൻ കോളേജിലെ ടോപ്പർ ആയിരുന്നു. ഇതുവരെ അവന്റെ പേരിൽ ഒരു ക്രിമിനൽ റെക്കോർഡ് പോലുമില്ല. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യും? ഇതിന് പിന്നിൽ വലിയൊരു പ്ലാൻ ഉണ്ടെന്ന് അവർ അസിസ്റ്റന്റിനോട് സംസാരിക്കുന്നു. ഇപ്പോൾ സുമതിയുടെ കൂട്ടുകാരികളെ കോടതിയിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. അവരും ഞങ്ങൾ ഫെയർവെൽ പാർട്ടിയിൽ പങ്കെടുത്തു, അതിനുശേഷം പുറത്തു വന്ന് നോക്കിയപ്പോൾ സുമതി ദയനീയമായ അവസ്ഥയിലായിരുന്നു. അവളുടെ അടുത്ത് ഈ ശിവ ഷർട്ടില്ലാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവൻ തന്നെ ആയിരിക്കണം കുറ്റവാളി എന്നൊക്കെ അവരും പറയുന്നു. ഇപ്പോൾ സുമതിയുടെ ഡ്രൈവറോട് ഈ ശിവ സംഭവം നടക്കുന്നതിന് കുറച്ചു നാൾ മുമ്പ് സുമതി എന്തെങ്കിലും ശല്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം അതെ, 1-2 തവണ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഇതേ കളർ ടീഷർട്ടാണ് ഫോളോ ചെയ്യാൻ ഇട്ടത് എന്നും പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ശിവ ഒരു പോയിന്റ് പിടിക്കുന്നത്. ശിവ: സാർ, താങ്കൾക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? അതെ സാർ, കണ്ണട വെച്ചാൽ കാണാം. അതല്ല സാർ, സാറിന് കളറുകൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടല്ലേ? ഇപ്പോൾ ഞാൻ എന്ത് കളർ ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത് പറഞ്ഞോളൂ. ഡ്രൈവർ: മഞ്ഞ കളർ. ശിവ: സാർ, ഞാൻ നീല കളറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സാർ ഇതേ കളർ ടീഷർട്ട് ഇട്ടാണ് ഞാൻ സുമതിയെ ഫോളോ ചെയ്തതെന്ന് പറയുന്നത്? ജഡ്ജി സാർ, നിങ്ങൾ തന്നെ നോക്കൂ, ഇയാളെ ആരോ പഠിപ്പിച്ച് പറയിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോ അത് അവിടെ തെളിയിക്കുന്നുണ്ട്. ഈ കേസിൽ സുമതിയെ ചികിത്സിച്ച ഡോക്ടറെ വിളിക്കുന്നു. ആ ഡോക്ടറോടും സുമതി എങ്ങനെയാണ് പീഡിപ്പിക്കപ്പെട്ടതെന്ന് റിപ്പോർട്ട് നൽകിയതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ പീഡിപ്പിക്കപ്പെട്ടതായതുകൊണ്ടാണ് ഇപ്പോൾ ജീവന് വേണ്ടി അബോധാവസ്ഥയിൽ കഴിയുന്നത് എന്ന് പറയുന്നു.
എതിർഭാഗം വക്കീൽ ഇത് ചെയ്തത് ആരാണ് എന്ന് ഡോക്ടറോട് ചോദിക്കുമ്പോൾ DNA സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ അത് ശിവയാണെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നും അവർ പറയുന്നു. അപ്പോഴാണ് ശിവ മറ്റൊരു ചോദ്യം ചോദിക്കുന്നത്. മാഡം, ഒരേ ഒരാൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് വഴി ഒരു പെൺകുട്ടി ഇത്രയധികം ബാധിക്കപ്പെട്ട് ജീവന് വേണ്ടി പോരാടുന്ന അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? എതിർഭാഗം വക്കീൽ, സർ, ഇയാൾ എന്തൊരു അസംബന്ധമാണ് ചോദിക്കുന്നതെന്ന് നോക്കൂ. ജഡ്ജി, ശിവ, എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും ഈ സുമതിയുടെ കേസിൽ ഒരാൾ മാത്രമല്ല ഉൾപ്പെട്ടിരിക്കുന്നത്. ആ പെൺകുട്ടിയെ ഒരു സംഘം ചേർന്നാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇത്രയധികം ബാധിക്കപ്പെട്ടത്. ഇപ്പോൾ ആശുപത്രിയിൽ ജീവന് വേണ്ടി പോരാടുന്നത്. തീർച്ചയായിട്ടും ഈ കുറ്റം ഞാൻ ചെയ്തിട്ടില്ല. ഈ പോയിന്റ് കുറച്ച് വിശ്വസനീയമാണ്, എങ്കിലും തെളിവില്ല. അതേസമയം ആഭ്യന്തരമന്ത്രി തന്റെ പദവി രാജിവെക്കുന്നു. മറുവശത്ത് ആശുപത്രിയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ആ ജേർണലിസ്റ്റ് പെൺകുട്ടിക്ക് ലഭിക്കുന്നു. അവരത് എടുത്തു വന്ന് നമ്മുടെ ഹീറോയുടെ കയ്യിൽ കൊടുക്കുന്നു. ഹീറോ അത് ജഡ്ജിയുടെ കയ്യിൽ കൊടുക്കാൻ പറയുമ്പോഴേക്കും ഒരു പ്രധാന ബ്രേക്കിംഗ് ന്യൂസ് വരുന്നു. എന്താണെന്ന് TV വെച്ച് നോക്കിയാൽ 88 ദിവസമായി ആശുപത്രിയിൽ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന സുമതി ഇപ്പോൾ മരിച്ചിരിക്കുന്നു. അത്രമാത്രം. ഇപ്പോൾ ഹീറോയ്ക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു പ്രതീക്ഷയും അവിടെ തകരുന്നു. കാരണം സുമതി ജീവനോടെ വന്ന് ആരാണ് തന്നോട് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഹീറോ രക്ഷപ്പെടുമായിരുന്നു. ഇപ്പോൾ അവൾ മരിച്ചതുകൊണ്ട് ഹീറോയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് എല്ലാവരും കുറ്റം ഹീറോയുടെ മേൽ ചുമത്തുന്നു. ഈ കഠിനമായ സമയങ്ങളിൽ ശിവയുടെ അമ്മ കോടതിയും വീടുമായി അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ശിവയുടെ അമ്മയെ ഈ ജേർണലിസ്റ്റ് പെൺകുട്ടിയാണ് കൂടെ ഇരുന്ന് നോക്കുന്നത്. ശിവയും ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കേസ് കോടതിയിൽ വരുന്നു. അപ്പോൾ ആ ഡോക്ടറെ വീണ്ടും ഹാജരാക്കാൻ പറയുന്നു. സുമതി എങ്ങനെയാണ് മരിച്ചത്? സുമതിക്ക് പെട്ടെന്ന് ഹൃദയാഘാതം വന്നു. അവർ കുറെ നാളായി അബോധാവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ഇപ്പോൾ മരിച്ചത് എന്ന് ഡോക്ടറും പറയുന്നു. അപ്പോഴാണ് ശിവ പറയുന്നത്, സംഭവത്തിന് ശേഷം അഡ്മിറ്റ് ആക്കിയ ആദ്യ ദിവസം അവരുടെ ആരോഗ്യനില ഒരു പരിധിവരെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നോക്കിയാൽ അവർ അതിൽ നിന്ന് സുഖം പ്രാപിച്ച് ഇതിനോടകം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകേണ്ടതാണ്. അങ്ങനെയുള്ളൊരു പെൺകുട്ടിയുടെ ആരോഗ്യം എങ്ങനെയാണ് ദിവസങ്ങൾ കഴിയുന്തോറും മോശമായി ഇപ്പോൾ മരിച്ചത്? ഇതിന് പിന്നിൽ ഒരു നിഗൂഢതയുണ്ടെന്ന് ഹീറോ പറയുന്നു. സുമതിക്ക് നൽകിയ ചികിത്സകളെ കുറിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഈ ജേർണലിസ്റ്റ് പെൺകുട്ടി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതും ജഡ്ജിയുടെ മുൻപിൽ ശിവ സമർപ്പിക്കുന്നു. എന്നാൽ ഡോക്ടർ, ഒരു രോഗിയുടെ ആരോഗ്യസ്ഥിതി നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഹൃദയാഘാതം ആരോഗ്യവാനായ ഒരാൾക്ക് പോലും പെട്ടെന്ന് വന്ന് മരിക്കാം. അങ്ങനെയാണ് സുമതി മരിച്ചത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് ആ സ്ഥലത്തേക്ക് വീണ്ടും സുമതിയുടെ ഡ്രൈവറെ ശിവ വിളിപ്പിക്കുന്നത്. ആ ഡ്രൈവർ വന്ന് ഒരു സംഭവം പറയുന്നു. സുമതിക്ക് ആ സംഭവം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് അതേ കോളേജിൽ പഠിക്കുന്ന 3 ആൺകുട്ടികൾ ഒരു ചായക്കടയിലിരുന്ന് സുമതിയുടെ അച്ഛനെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓപ്പണിംഗ് സീനിൽ പറഞ്ഞില്ലേ, നാട്ടിൽ നടക്കുന്ന പല പീഡന കേസുകളും ശരിയായി കൈകാര്യം ചെയ്യാതെ തെറ്റായ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്ന ആളാണ് മന്ത്രി എന്ന് ആ 3 പേർ സംസാരിച്ചു. ഇത് കേട്ട് സുമതിക്ക് ദേഷ്യം വന്ന് ആ ചായക്കടയിൽ വെച്ച് ആ 3 ആൺകുട്ടികളുമായി വഴക്കിട്ടു. അവരും തിരിച്ച് ധിക്കാരത്തോടെ സംസാരിച്ചു. ഡ്രൈവറാണ് സുമതിയെ പിടിച്ച് കാറിൽ കൊണ്ടിരുത്തിയത്. ഒരു ഘട്ടത്തിൽ ഡ്രൈവർ ഫോൺ ചെയ്ത് ആഭ്യന്തരമന്ത്രിയോട് ഈ വിവരം പറഞ്ഞു. എന്റെ മോളോട് തന്നെയാണോ അവർ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ച് മന്ത്രി പോലീസിനെ വിട്ട് ആ 3 യുവാക്കളെയും അറസ്റ്റ് ചെയ്തു. എന്നാൽ ഈ വിഷയം സുമതിക്ക് മനസ്സിലായില്ല. എന്തു തന്നെയായാലും അവർ കോളേജിലെ കുട്ടികളല്ലേ. വെറും വാക്കുതർക്കത്തിന് അച്ഛനെ കുറിച്ച് മോശമായി പറഞ്ഞതിന് അച്ഛൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന ദേഷ്യത്തിലായിരുന്നു അവൾ. ഇപ്പോൾ ഹീറോ ആ ഡ്രൈവറോട് ചോദിക്കുന്നു, ആ 3 പേരെ അറസ്റ്റ് ചെയ്ത് ഏത് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്? ഈ സുമതി കേസ് കൈകാര്യം ചെയ്യുന്ന ഇൻസ്പെക്ടറല്ലേ, അദ്ദേഹമാണ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. അന്ന് രാവിലെ അറസ്റ്റ് ചെയ്ത് അടുത്ത ദിവസം വരെ സ്റ്റേഷനിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ ഇൻസ്പെക്ടറെ വിളിച്ച് അതിനുശേഷം ആ 3 പേരെ എന്ത് ചെയ്തു എന്ന് ഹീറോ ചോദിക്കുന്നു. എനിക്ക് ഓർമ്മയില്ല എന്ന് ഇൻസ്പെക്ടർ അഭിനയിക്കുന്നു. നന്നായി ഓർത്ത് നോക്കി പറയൂ സർ എന്ന് ഹീറോ പറയുന്നു. ഇതുപോലുള്ള പെറ്റി കേസുകൾ ഒരു ദിവസം 100 എണ്ണം വരും സർ. എല്ലാം ഓർത്തു വെക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അന്ന് വൈകുന്നേരം തന്നെ അവരെ വിട്ടിട്ടുണ്ടാകും എന്നും ഇൻസ്പെക്ടർ പറയുന്നു. അതേസമയം ഹീറോയെ സപ്പോർട്ട് ചെയ്യുന്ന ജേർണലിസ്റ്റ് പെൺകുട്ടി ഈ കേസ് മറ്റൊരു വശത്തു കൂടി അന്വേഷിക്കുമ്പോൾ സുമതിക്ക് ആ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് അവർക്കൊരു തെളിവ് ലഭിക്കുന്നു. അതായത് സുമതിയുടെ ഒരു കമ്മൽ അവിടെ കിടന്ന് കിട്ടുന്നു. പോലീസ് അത് എടുക്കാതെ വിട്ടതായിരുന്നു. ആ കമ്മൽ എടുക്കുമ്പോഴാണ് അത് സാധാരണ കമ്മലല്ലെന്നും അതൊരു റെക്കോർഡർ സൗകര്യമുള്ള കമ്മലാണെന്നും മനസ്സിലാവുന്നത്. അവർ കോളേജിനടുത്തുള്ള ക്ഷേത്രത്തിലും വന്ന് നോക്കുന്നുണ്ട്. അവിടെ ഒരു CCTV ക്യാമറയുണ്ട്. സുമതിക്ക് ആ സംഭവം നടന്ന അന്ന് ശിവരാത്രി ആയിരുന്നു. ശിവക്ഷേത്രം ആയതുകൊണ്ട് അവിടെ വിശേഷാൽ പൂജ നടന്നിരുന്നു. അതെല്ലാം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അതേ ക്യാമറയിൽ സുമതിക്ക് നടന്ന സംഭവം പതിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ശേഖരിച്ചുകൊണ്ട് ജേർണലിസ്റ്റ് പെൺകുട്ടി കോടതിയിൽ വന്ന് ഹീറോയ്ക്ക് നൽകുന്നു. ഇപ്പോൾ ഹീറോ ജഡ്ജിയോട് പറയുന്നുണ്ട്, എനിക്കൊരു 10 മിനിറ്റ് സമയം തരൂ. സുമതിയുടെ കേസിലെ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് ഞാൻ വെളിപ്പെടുത്താം. ഇത് ഇവിടെയുള്ള എല്ലാവരെയും ഞെട്ടിക്കും. ആ പോലീസുകാരനോട് സുമതിയുടെ സാധനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആ കമ്മലും ഹീറോ കാണിക്കുന്നു. പോലീസ്, ഇത് സുമതിയുടേതാണെന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നു? ഇത് മറ്റാരുടെയെങ്കിലും ആകാമല്ലോ. ശിവ, സാർ, ഇത് സാധാരണ കമ്മൽ മാത്രമല്ല, ഇത് റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വിശ്വാസമായില്ലെങ്കിൽ സുമതിയുടെ പ്രൊഫസറെ വിളിക്കാം. അങ്ങനെ പ്രൊഫസറെ വിളിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം, അതെ, സുമതി ക്ലാസ്സിൽ വരുമ്പോൾ പ്രധാനപ്പെട്ട നോട്ടുകളെല്ലാം ഈ കമ്മൽ ഉപയോഗിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്ത് വെക്കാറ് എന്ന് പറയുന്നു. ഇപ്പോൾ അവളുടെ കൂട്ടുകാരികളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അവരും അതെ, ഇത് സുമതിയുടേത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. ഇപ്പോൾ വീണ്ടും പോലീസിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പറയൂ, സുമതിയുടെ അച്ഛൻ പറഞ്ഞ് നിങ്ങൾ അറസ്റ്റ് ചെയ്ത ആ 3 ആൺകുട്ടികൾ സ്റ്റേഷനിൽ വന്നതിന് ശേഷം എവിടെ പോയി?
അപ്പോൾ ഇൻസ്പെക്ടർ അല്പം ഭയത്തോടെ പറയുന്നുണ്ട്, ഓർമ്മ വന്നു സാർ, അന്ന് ആ ഫെയർവെൽ പാർട്ടി നടക്കുന്ന അതേ വൈകുന്നേരം ഞങ്ങൾ ഡ്യൂട്ടിക്ക് അങ്ങോട്ടേക്കാണ് പോയത്. ആൺകുട്ടികളുടെ കോളേജും അത് തന്നെയാണെന്ന് അവർ പറഞ്ഞു. അവർക്കൊരു മുന്നറിയിപ്പ് നൽകിയിട്ട് ആ കോളേജിന് മുന്നിൽ അവരെ ഇറക്കി വിട്ടു. അപ്പോഴാണ് കോളേജിനടുത്തുള്ള ശിവക്ഷേത്രത്തിലെ പൂജാരിയെ അവിടെ ഹാജരാക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിലെ CCTV ക്യാമറയിൽ ഒരു ഫൂട്ടേജ് റെക്കോർഡായിട്ടുണ്ട്. അതും അവിടെ കാണിക്കാൻ പറയുന്നു. പൂജാരി, ശിവരാത്രി ആയതുകൊണ്ട് അന്ന് രാത്രി മുഴുവൻ ഒരുപാട് കാര്യങ്ങൾ റെക്കോർഡായിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ശിവ, സുമതിയുടെ കമ്മലിലുള്ള റെക്കോർഡറിൽ ശബ്ദവും പൂജാരി പറയുന്ന ഈ ക്യാമറയിൽ ദൃശ്യങ്ങളും ഉണ്ട്. രണ്ടും കൂടി മാച്ച് ചെയ്ത് അന്ന് എന്താണ് നടന്നതെന്ന് ഞാൻ വ്യക്തമായി കാണിച്ചു തരാം. അങ്ങനെ അന്ന് രാത്രി എന്താണ് നടന്നതെന്ന് കാണിക്കുന്നു. സുമതി ആ ഫെയർവെൽ പാർട്ടിക്ക് പോയി നന്നായി മദ്യപിച്ചിരുന്നു. അതിനുശേഷം തന്റെ കാറിനടുത്ത് വന്നു. ഡ്രൈവറെ അപ്പോഴേക്കും പറഞ്ഞയച്ചിരുന്നല്ലോ. കാറിൽ ഡ്രൈവർ ഇല്ലാത്ത സമയത്ത് കാറിന്റെ ഡിക്കി തുറന്ന് ഇനിയും മദ്യപിച്ചു. അപ്പോഴാണ് സുമതിയുടെ അച്ഛൻ പറഞ്ഞ് ജയിലിൽ പോയ ആ 3 ആൺകുട്ടികൾ ആ വഴി വരുന്നത്. അവർ സുമതിയെ കണ്ടു. നിന്റെ അച്ഛൻ ചെയ്ത പണിക്ക് നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ആ 3 പേരും സുമതിയെ താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്നു. ഒരിടത്ത് വെച്ച് അവർ 3 പേരും ചേർന്നാണ് സുമതിയെ പീഡിപ്പിക്കുന്നത്. ഇതെല്ലാം സുമതിയുടെ കമ്മലിൽ റെക്കോർഡാകുന്നുണ്ട്. കുറച്ചു സമയത്തിനുള്ളിൽ അവിടെ ആൾ പെരുമാറ്റം കേട്ടിട്ട് ആ 3 പേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അവർ പോയതിനു ശേഷവും സുമതി അവിടെ വസ്ത്രങ്ങളില്ലാതെ ഒരു കുറ്റിക്കാട്ടിലിരുന്ന് കരയുകയായിരുന്നു. അതുവരെ അവർക്ക് ബോധമുണ്ടായിരുന്നു. അപ്പോഴാണ് ആ വഴി നമ്മുടെ ഹീറോ സുമതിയുടെ ദയനീയമായ അവസ്ഥ കണ്ട് തന്റെ ഷർട്ട് ഊരി സുമതിക്ക് നൽകി സഹായിക്കുന്നത്. എന്നാൽ അങ്ങോട്ട് വന്ന പോലീസുകാരും കോളേജിലെ ചില വിദ്യാർത്ഥികളും അത് കണ്ട് ഹീറോയെ തെറ്റിദ്ധരിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതെല്ലാം ആ ക്യാമറയിലും റെക്കോർഡായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ആ സ്ഥലത്തേക്ക് ആഭ്യന്തരമന്ത്രിയെ ഹീറോ വിളിപ്പിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയെയും കൂട്ടിൽ നിർത്തി അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ഹീറോ സംസാരിക്കുന്നു. ഹീറോ തൊട്ട് സംസാരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം ജാതി നോക്കുന്ന ആളാണ്. അവിടെ വെച്ച് ഹീറോ മറ്റൊരു ടെസ്റ്റ് കൂടി പൊട്ടിക്കുന്നു. സുമതിയുടെ മരണത്തിന് കാരണം അവരുടെ അച്ഛനായ ഈ ആഭ്യന്തരമന്ത്രിയാണ്. അത് അവിടെയുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്നു. എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ വിശദീകരിക്കുന്നു. സുമതിയെ ആ 3 ആൺകുട്ടികൾ എന്തിനാണ് പീഡിപ്പിച്ചത്? സുമതിയുടെ അച്ഛൻ ശരിയല്ല. നാട്ടിലെ ഒരുപാട് പീഡന കേസുകൾ അദ്ദേഹം വ്യാജമായി മറ്റാളുകളെ പ്രതിയാക്കി ഒതുക്കി തീർക്കുന്നു എന്നൊരു ആക്ഷേപം വന്നു. അതിനെ ചൊല്ലി സുമതിയും ആ 3 പേരും തമ്മിൽ വഴക്കുണ്ടായി. ആ 3 പേരെ ജയിലിൽ വെച്ചത് കൊണ്ടുള്ള ദേഷ്യത്തിലാണ് അവർ സുമതിയെ പീഡിപ്പിച്ചത്. സംഭവത്തിന് ശേഷം സുമതിയെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ഇത് ആ 3 പേരും ചേർന്ന് നടത്തിയ ഒരു കൂട്ട ബലാത്സംഗമാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഈ വിവരം സുമതിയുടെ അച്ഛനായ ആഭ്യന്തരമന്ത്രിയോട് അന്ന് രാത്രി തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ സുമതിയുടെ അച്ഛൻ ഈ വിഷയം അപ്പാടെ മറച്ചുവെക്കാൻ തീരുമാനിച്ചു. കാരണം ഈ 3 പേരാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവർ തന്നോടുള്ള പ്രതികാരം മൂലമാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയും. അങ്ങനെ തന്റെ പേര് നാട്ടുകാരുടെ ഇടയിൽ മോശമാകും. എങ്ങനെയെങ്കിലും ആ 3 പേർക്ക് ശിക്ഷ കിട്ടിയാലും ഇതിനു മുമ്പ് നടന്ന പീഡന കേസുകൾ തെറ്റായി കൈകാര്യം ചെയ്തതിന് സർക്കാരും തനിക്ക് ചീത്തപ്പേരുണ്ടാക്കും, തന്നെയും ജയിലിൽ അടയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ 3 പേരെ അങ്ങ് വിട്ടേക്കുക. ആ സംഭവ സ്ഥലത്ത് സുമതിയെ സഹായിക്കാൻ ശ്രമിച്ച ശിവ എന്ന പയ്യനെ പിടിച്ചകത്തിടുക. ഇത് കൂട്ടബലാത്സംഗമാണെന്നുള്ളത് മാറ്റി ഒരൊറ്റയാൾ ചെയ്തതാണെന്ന് റിപ്പോർട്ട് തയ്യാറാക്കുക. ഇങ്ങനെ ആ ഡോക്ടർക്കും പോലീസിനും ഈ മന്ത്രി പണം കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഒതുക്കി തീർക്കുകയായിരുന്നു. ഇൻസ്പെക്ടർ ഡോക്ടറുടെ അടുത്ത് വന്ന് റിപ്പോർട്ട് മാറ്റി എഴുതിച്ചു. ഡോക്ടർ ആദ്യം ആ 3 പേർ ചേർന്ന് ചെയ്തതാണെന്ന് റിപ്പോർട്ട് എഴുതിയിരുന്നു. പണം കിട്ടിയ ഉടനെ ആ റിപ്പോർട്ട് വേസ്റ്റ് ബിന്നിലിട്ടിട്ട് ശിവയ്ക്കെതിരെ പുതിയൊരു റിപ്പോർട്ട് തയ്യാറാക്കി. അന്ന് ആ വേസ്റ്റ് ബിന്നിലിട്ട് ആ റിപ്പോർട്ടാണ് ഈ ജേർണലിസ്റ്റ് പെൺകുട്ടിക്ക് കിട്ടിയതും കുറച്ച് സീനുകൾക്ക് മുമ്പ് അവർ ശിവയ്ക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തതും. അതുവഴിയാണ് ശിവയ്ക്ക് സത്യങ്ങൾ മനസ്സിലായത്. അവസാനമായി കുറച്ച് നാളുകൾക്കുള്ളിൽ ഇലക്ഷൻ വരാനിരിക്കുന്നതുകൊണ്ട് സ്വന്തം മകളെ ഒരു വിഷം കുത്തിവെച്ച് കൊന്നിട്ട് ഈ രാഷ്ട്രീയക്കാരനായ ആഭ്യന്തരമന്ത്രി ജനങ്ങളുടെ ഇടയിൽ സഹതാപം തേടുകയായിരുന്നു. അങ്ങനെ സ്വന്തം മകളെ കൊന്നതും ഇയാൾ തന്നെയാണ്. ഇങ്ങനെയെല്ലാം ഹീറോ തെളിവ് സഹിതം കോടതിയിൽ തെളിയിക്കുന്നു. ചുരുക്കത്തിൽ ഈ രാഷ്ട്രീയക്കാരൻ എങ്ങനെയും മാറുമെന്ന് തെളിയിക്കുന്നു. ആ മന്ത്രി അതെല്ലാം സമ്മതിക്കുന്നുണ്ട്. അത്രമാത്രം. ഇപ്പോൾ ആ മന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലേക്ക് പോകുന്നു. ആ ഇൻസ്പെക്ടറെയും ഡോക്ടറെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. ഈ സുമതിയുടെ കേസിലെ യഥാർത്ഥ കുറ്റവാളിയായ ആ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നു. അവസാനം നമ്മുടെ ശിവ ഇപ്പോൾ സ്വതന്ത്രനാവുന്നു. ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന പല അനീതികൾക്കെതിരെയും ശിവ ശബ്ദമുയർത്തുന്നു. അവസാനം ഈ സുമതിയെ പീഡിപ്പിച്ച 3 പേർക്കും കഠിനമായ ശിക്ഷ വാങ്ങി നൽകുന്നതും നമ്മുടെ ശിവയാണ്. ഇങ്ങനെ ഈ സിനിമയുടെ കഥയും അവസാനിക്കുന്നു. കഥ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.